ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പം നമ്മൾ തിങ്കളാഴ്ച ഇന്നലെ ഒരു ആദ്യത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതുപോലെ ചെയ്യാൻ കൂടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഡേ 2 ആട്ടോ, രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? കുളിക്കണവർക്ക് സുഖമായിട്ട് സാധാ ഒരു ലേശം വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ മുഖത്തൊക്കെ എണ്ണ തേച്ചിട്ടുള്ള കുളിയൊക്കെ കാണിച്ചു തന്നില്ലേ തിങ്കളാഴ്ച, അതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ രാവിലെ കയ്യിലേക്ക് 2-3 തുള്ളി എണ്ണ എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ നല്ല ചെറുതായിട്ട് നമ്മൾ മസാജ് കൊടുത്ത് സാധാ നോർമൽ വെള്ളത്തിൽ കുളി എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഈ കർക്കിടക മാസമല്ലേ, അതുകൊണ്ടാട്ടോ ഇന്നലത്തെ ഈ വേണ്ട ഒരൊറ്റ ദിവസം അത് ഉപയോഗിക്കണ്ടു. നമ്മൾ കുളിച്ചെണ്ണല്ലേ, നോർമൽ കുളിയല്ലേ. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസമായി. ഇന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയാം, നമുക്കൊരു ടോണർ ഉണ്ടാക്കി കാണിച്ചു തരണ്ടേ. അതെല്ലാവരും അപ്ലൈ ചെയ്താൽ മതി, നല്ലതാണ് കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞിട്ട് മുടി പതുക്കെ ഉണങ്ങിയ ഈ ടോണർ നല്ലോണം തേച്ചിട്ട് പിന്നെ നല്ല ഉണങ്ങിയിട്ട് നിങ്ങൾ മുടി കൂടെ അറുത്ത് കെട്ടിയാൽ മതി. നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഡീപ്പ് ക്ലീൻ ആയിട്ട് നമ്മൾ എണ്ണ തേച്ച് ഷാമ്പു ഒക്കെ തേച്ച് വൃത്തിയാക്കിയതല്ലേ. നമ്മൾ അറിയില്ല, അലോവേര ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഒക്കെ തേച്ച് എല്ലാം മുടിക്ക് നല്ലതാണ്. ഒക്കെ തേച്ച് കഴുകി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം നമ്മളൊരു ടോണർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി ടോണറാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ദിവസം മതി നമ്മൾ ഇനിയൊരു കെയർ ചെയ്യാട്ടോ. അപ്പോൾ കർക്കിടക മാസമല്ലേ വിചാരിച്ചിട്ടാണ്, ഡെയിലി അങ്ങനെ വേണ്ട വിചാരിച്ചിട്ടാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം മുടിക്ക് ഒരുപാട് തണുപ്പായാൽ അതും ദോഷമാണ്. അപ്പോൾ കുളിക്കാത്തവർക്ക് ഈ ടോണർ മാത്രം ഉപയോഗിച്ചിട്ട് മുടി ഉണങ്ങിയിട്ട് കെട്ടിയാൽ മതി. കുളിക്കണവർ മാത്രം കുളിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം ടോണർ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ടോണർ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്കപ്പോൾ എന്നാൽ ടോണർ ഉണ്ടാക്കുക. ടോണർ ഉണ്ടാക്കണതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതുതായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതും കൂടി നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്താലാണ് ഞാൻ ഇടുന്ന ഹെയർ കെയർ ചലഞ്ച് അല്ലെ ഡെയിലി നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പം 30 ദിവസത്തിലെ 15 ദിവസമായിരിക്കും നമ്മൾ ഓരോ കെയറിങ് ഒന്നട വിട്ട ദിവസങ്ങളിലാവും കാണിക്കുക. ഒന്നട വിട്ട ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി തരുന്ന ടോണർ ഒരാഴ്ചത്തേക്കുള്ള ടോണറാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചാലും വേണ്ടില്ല, പുറത്ത് വെച്ചാലും വേണ്ടില്ല, കേടുവരൊന്നുമില്ല. രണ്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പുറത്ത് വെച്ചാലും കേടുവരാത്തതാണ് ഒരാഴ്ചത്തേക്കുള്ള ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ ആ ടോണർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ പറയാ, വേറെ എന്താ ഒന്ന് പറയാൻ തുടങ്ങി, പറയാളൊക്കെ മറന്നപ്പോ അമ്മ കുളി കഴിഞ്ഞ് തന്നെയാണ്, നോർമൽ കുളിയാണ് കുളിച്ചിട്ടുള്ളത്. അമ്മയും നിങ്ങളുടെ പോലെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് കുളി കഴിഞ്ഞ് മുടിയൊന്നും ഉണങ്ങിയ അമ്മയും ടോണർ അന്ന് ഉപയോഗിക്കുന്നത്. നാളെയാണ്, ബുധനാഴ്ചയാണ് ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോ ഇനി എന്താ, നമുക്ക് എന്താ ടോണർ ഉണ്ടാക്കാം. വാ. അതിനായിട്ട് നമ്മളെ 2 ഗ്ലാസ് വെള്ളാട്ടോ എടുക്കണത്. 2 ഗ്ലാസ് വെള്ളം എടുത്തു. അതിന് നമ്മൾ അത്യാവശ്യം വല്ലാതെ ചെറിയ സ്പൂണല്ല, കണ്ടില്ലേ, അത്യാവശ്യം വലിയ സ്പൂണാട്ടോ. അപ്പൊ നമ്മളിങ്ങനെ 2 സ്പൂണ് റോസ്മേരി കണ്ടല്ലോ. ഇതിനി നമുക്ക് തിളച്ചാ പോരാട്ടോ, നല്ലോണം കുറുകണം. എങ്ങനെ കുറുകണം എന്ന് കാണിച്ചു തരണ്ട. ഇതിന് നമ്മളെ ഇപ്പൊ ഇതിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെച്ചില്ലേ. അപ്പോൾ ഇതിനി 1 ഗ്ലാസ് ആകുമ്പോഴേക്കും മഞ്ഞ കളറ് നല്ല ഡാർക്ക് ആയിട്ട് ഒന്ന് കുറുകി വരും ചെയ്യും. ഇതിന്റെ കളറൊക്കെ മാറും. ഇപ്പൊ ഇതിങ്ങനെ വെളുത്ത കളറല്ലേ, ഇത് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരും ചെയ്യും കേട്ടോ. അപ്പൊ ഇത് നല്ലോണം കുറുകട്ടെ, തിളച്ച് കുറുകട്ടെ. അപ്പൊ ഇതിങ്ങനെ തിളച്ച് വന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇടുന്നത് കണ്ടോ, കുറച്ച് കണ്ടില്ലേ, എത്ര കുറച്ചേയുള്ളൂ ഉലുവ നമ്മളെ മുടിക്ക് നല്ലതാണ്. നമ്മളെ ഹെയർ ഗ്രോത്ത് കിട്ടും. പിന്നെ താരൻ അങ്ങനത്തെ ഒക്കെ പോകും കേട്ടോ. പിന്നെ റോസ്മേരി നമ്മളെ മുടി നല്ല കട്ടിയായിട്ട് വളരാൻ ഉപയോഗിക്കും. ഇത് കണ്ടോ, നമ്മളെ ഗ്രാമ്പൂ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത് കൂട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇത് നമ്മളൊരു ടോണറായിട്ട് ഉപയോഗിക്കണവർക്ക്, ചിലവർക്ക് ഈ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ നീർവീഴ്ചയൊക്കെ വരും ചില ആൾക്കാർക്ക്. അപ്പം നമ്മളെ ഈ കരാമ്പൂ എന്നൊക്കെ പറയല്ലേ, ക്ലോ പറയുന്നത് ഇംഗ്ലീഷിൽ കുട്ടികളെ, അമ്മ മലയാളം പറയാട്ടോ. അപ്പൊ നമുക്കിതിനെ ഗ്രാമ്പൂ തന്നെ പറഞ്ഞാൽ മതി. നമുക്ക് ആ ഗ്രാമ്പൂ ഇട്ട എന്താണെന്നറിയോ, തണുപ്പിന്റെ ദോഷമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിലും മുടിക്ക് നല്ലതാണ് ഗ്രാമ്പൂ. ഏത് കാലത്തും നമ്മൾ മുടിക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ഗ്രാമ്പൂ ഉപയോഗിച്ച് വരുന്നവരാണല്ലോ നമ്മള്. അപ്പോൾ ടോണറിലും ഗ്രാമ്പൂ നല്ലതാണ്, കണ്ടില്ലേ. ഇനി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉള്ളവർക്ക് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതിലൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉപയോഗിക്കാം. എൻ്റെ മകളുടെ കുട്ടിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. അവൾ ഇതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്നും പൊട്ടിച്ചൊഴിക്കുന്നില്ല.
അവളിപ്പോ നമ്മൾ ഉണ്ടാക്കിയില്ല, ഈ ഒരൊറ്റ സംഭവമേ ഉള്ളൂ കേട്ടോ. അവള് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കണത്. നിങ്ങളും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചോ. ഫ്രിഡ്ജില്ലാത്തവർക്ക് മാത്രം പുറത്ത് വെച്ചാൽ മതി, അല്ലാത്തവരൊക്കെ ഫ്രിഡ്ജിൽ വെച്ചോളുണ്ടോ. അപ്പോൾ നമുക്കിത് രാവിലെ കുളി കഴിഞ്ഞിട്ട് ഒന്ന് മുടി നനവ് വിട്ടതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം. ഇനി കുളിക്കാത്ത കുട്ടികൾക്കും ഞാൻ പറഞ്ഞു തന്നില്ലേ, അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി രാത്രിയും ചിലവർക്ക് സിറം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ, ഹെയർ സിറം. സിറം ഉള്ളൊരു സിറം രാത്രി അപ്ലൈ ചെയ്തോളൂ, ടോണർ രാവിലെ അപ്ലൈ ചെയ്തോളൂ. അല്ല, സിറം ഇല്ലാത്തവർ 2 നേരവും ടോണർ അപ്ലൈ ചെയ്തോളൂ. ഈ ടോണർ ഉണ്ടാക്കി വെക്കാൻ സാധിക്കാത്തവരൊന്നും നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്താൽ നമ്മൾ തേക്കണ എണ്ണ ഏതാച്ചാൽ ഒന്ന് കയ്യിൽ ഒരു 3 തുള്ളി എടുത്തിട്ട് 2 തുള്ളി ആയാലും മതി കേട്ടോ. നല്ലോണം കയ്യിൽ വെച്ച് നല്ലോണം ചൂടാക്കിയതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത മുടി കെട്ടൊന്നുമില്ലാതെ നല്ലോണം ചീന്തി കൂടെ കറുത്ത കേട്ടോ എണ്ണ തേക്കാവുള്ളൂ. ആദ്യം മുടി ചീന്തണം. പിന്നെ നമ്മൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി ചീന്തിയാലേ മുടി അപ്പോൾ ഒന്ന് ഇതാവൂത്രേ. നമ്മളെ അറിയാലോ, മുടിയിലെ മൃദുകോശങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇതാവും, വികസിക്കുന്നുണ്ടാവും നമ്മളെ ഈ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോഴേ. അപ്പൊ മുടി പറഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട് അത്ര കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എണ്ണ തേച്ചതിന്റെ ശേഷം ആരും ചീണ്ടാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ടോ, ഇതിന്റെ കളറൊക്കെ കണ്ടോ, ഒരു ലൈറ്റ് കട്ടൻ ചായയുടെ കളറിലേക്ക് വന്നു കണ്ടോ. അപ്പൊ നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെച്ചത് 1 ഗ്ലാസ് ആയി തുടങ്ങി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ 1 ഗ്ലാസ് ആവുന്നവരെ കുറുകണ്ടു. കണ്ടില്ലേ, പകുതി വെള്ളം കുറുകിയാലോ, 2 ഗ്ലാസ് 1 ഗ്ലാസ് ആയാലോ. അപ്പൊ നിങ്ങൾ നിർത്തി വെക്കണം. അപ്പൊ ഇതൊരു 10-12 മിനിറ്റ് തിളച്ചപ്പോഴാട്ടോ ഇങ്ങനെ കുറുകി വന്നത്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം, ഒരു 10 മിനിറ്റിൽ കുറയരുത് കേട്ടോ ഇത് തിളയ്ക്കണത്. അപ്പൊ ഇനി നമ്മളിത് തണുത്തിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ റോസ്മേരി നമ്മളെ ടോണർ ചൂടാറിയിട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കല്ലേ. അതാ, അപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ എല്ലാവരും. 1 ഗ്ലാസ് 2 ഗ്ലാസ് വെച്ചിട്ട് 1 ഗ്ലാസ് ആയപ്പോഴേക്കും കണ്ടോ കളറൊക്കെ നല്ല ഡാർക്കായി കണ്ടോ. ഇതിലത്തെ സത്തൊക്കെ അതിൽ പോകുന്നു കണ്ടോ, സത്തൊക്കെ അതിൽ പോകുന്നു കണ്ടില്ലേ. നമ്മൾ 2-3 ക്ലോ ഇട്ടിട്ടുണ്ട്, 2-3 കുറച്ച് 5-8 മണി ഉലുവി ഇട്ടിട്ടുണ്ട്. അത്ര മതി കേട്ടോ. എന്നാൽ അത് നിങ്ങൾക്ക് പുറത്ത് വെക്കുകയാണെങ്കിലും കേടുവരില്ല. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ വെക്കുന്നുണ്ട്. മോളുടെ കുട്ടിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ യൂസ് ചെയ്യണതാണ്. ഇനിയിപ്പോ നിങ്ങൾ പുറത്ത് വെച്ചാലും ഇത് കേടുവരുന്നില്ല കേട്ടോ. കാരണം ഇതിൽ നമ്മളൊന്നും കെമിക്കലായിട്ട് ഒരുപാടൊന്നും കൂട്ടിയില്ല, ഒക്കെ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അടക്കം നമ്മളിതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടില്ല. ഇത്ര മതി നമുക്ക്. അപ്പൊ ഇനി നമുക്കിത് എളുപ്പത്തിന് കണ്ടോ, ഒരു സ്പ്രേ ബോട്ടിലിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായി. ഇനി അത് സ്പ്രേ ബോട്ടിൽ വേണം നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ കൈകൊണ്ട് നമ്മളുടെ ഒരു ചെറിയ കോട്ടൺ പഞ്ഞിയുടെ ഒരു കഷ്ണം എടുത്തിട്ടേ നമ്മൾ എന്ത് ചെയ്തോ, ഇത് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം നമുക്ക് ഡെയിലി. കണ്ട അതിലൊക്കെ നിറഞ്ഞു. അതിനൊരു ബോട്ടിലല്ല ഉള്ളു കണ്ടോ, ഒരു ലേശം കൂടി ഉണ്ട്. അപ്പൊ നമുക്കിനി ഇതിൽ അടച്ചു വെക്കാം. അതിനി നമുക്കേ നാളെ ഉപയോഗിക്കും, നാളെ മറ്റന്നാളൊക്കെ ഇനി രാത്രിയും പകലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ കഴിയും. അല്ലാതെ എന്താ കണ്ട. അപ്പൊ ഇനി ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. സ്പ്രേ ബോട്ടിൽ ഞാൻ നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കി കേട്ടോ. കണ്ടോ, നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തോളും. കണ്ടോ വരുന്നത്, കണ്ടതിന്ന കണ്ടില്ലേ പാകത്തിന് വരുന്ന കണ്ടോ. അപ്പൊ നമ്മളിത് എങ്ങനെ കണ്ണട ഇതായി. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കുക വെച്ചാല്, നമ്മളിത് വല്ലാതെ സ്കാൽപ്പ് നനഞ്ഞൊട്ടരുത് കേട്ടോ. അപ്പൊ ഇത് കുറേശ്ശെ മുടിയിലേക്കും അപ്ലൈ ചെയ്യാം. നമ്മളെ സ്കാൽപ്പിൽ ലൈറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഒന്നിങ്ങനെ മസാജ് കൊടുക്കുക കേട്ടോ. അടിച്ചിട്ട് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മളെ മുടിയുടെ തലപ്പ് പൊട്ടിപ്പോവാതിരിക്കാൻ നമ്മളെ മുടിയുടെ തലപ്പത്ത് ഇത് കണ്ടോ ഒരുപാട് നനയ്ക്കണ്ട കേട്ടോ. പിന്നെ ഇത് ഉണങ്ങി കിട്ടും വേണ്ട. പക്ഷെ ഇത് നല്ലതാണ്. നമ്മൾ എന്നും ഹെയർ കെയർ ചെയ്യാത്ത ദിവസം ഇത് ഡെയിലി നിങ്ങൾ 2 നേരം രാത്രിയും പകലും ചെയ്യാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടേ കണ്ടോ കയ്യിലും ഉണ്ട് അത്യാവശ്യം വെള്ളം കണ്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ മസാജ് ചെയ്യുക കണ്ടോ. എന്നിട്ട് ഇത് ഉണങ്ങിയിട്ട് കേട്ടോ എല്ലാവരും മുടി കെട്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഇത് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മളെ മുടിയിൽ കായൊക്കെ വരില്ലേ. അപ്പൊ ഇത് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ.
അപ്പൊ ഒന്നും വിചാരിക്കരുത് രണ്ടാമത്തെ ദിവസം എന്താ ഒരു പാക്ക് കാണിക്കാത്തെന്ന് ആരും കരുതരുത്. കാരണം നമ്മൾ അലോവേര ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി നമ്മൾ ഒരു കണ്ടീഷണർ ആയിട്ടും കൂടി ഉപയോഗിച്ചു. സ്കാൽപ്പിൽ നല്ല എന്താ പറയാ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടി തേച്ച് നല്ല ഡീപ്പാക്കി കണ്ടു, ക്ലീൻ ആക്കി കണ്ടു നമ്മളെ സ്കാൽപ്പൊക്കെ. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ വേറൊരു പാക്ക് ഉപയോഗിക്കാൻ പാടില്ല, നോർമൽ കുളിയേ പാടുള്ളൂ. അത്യാവശ്യം എണ്ണ തൊട്ട് പരട്ടിയിട്ടുള്ള ഒരു നോർമൽ കുളി. എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് ഈ കണ്ടീഷണർ. ഇനി കുളിക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ കണ്ടീഷണർ ഇത് മാത്രം, കണ്ടീഷണർ എന്നാ പറഞ്ഞ, ടോണർ മാത്രം ഉപയോഗിക്കുക കേട്ടോ. നാമ്പിൽ കണ്ടീഷണർ എന്ന് വന്നതാണ്, ടോണർ മാത്രം ഉപയോഗിക്കുക. അപ്പൊ ഒന്നും വിചാരിച്ചിട്ടല്ല, അമ്മ എന്തുകൊണ്ടാ പിറ്റേ ദിവസം ഒന്നും കാണിച്ചില്ല അതൊരിതാന്ന് വിചാരിക്കരുത്. അങ്ങനെ കേട്ടോ ചെയ്യാൻ പാടുള്ളൂ. മുടി വളരാനല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യണ, ഗ്രോത്ത് വരാനും വൃത്തി ചന്തള മുടിയായിട്ട് ഗ്രോത്തിലല്ലേ എല്ലാവർക്കും ഇഷ്ടം, അതിനും കൂടിയല്ലേ നമ്മളിത് ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഇനി മൂന്നാമത്തെ ദിവസമായ ബുധനാഴ്ച എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പുതിയൊരു കാര്യങ്ങളായിട്ട് വരാൻ, മുടി നന്നായി തഴച്ചു വരാൻ പറ്റിയ സാധനം കൊണ്ട് അമ്മ വരണ്ടേ. ഈ മഴക്കാലം കഴിയുന്നവരെ നമ്മള് ഒരുപാട് കട്ടിയുള്ളത് തേക്കാൻ പാടില്ല മക്കളെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.